ഇനിയൊരു തട്ടിപ്പ് വാർത്തയിലേക്കാണ് ക്രൈം സീൻ കടക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഈ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. പലയിടത്തായി നിന്നായി ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത്തരമൊരു വാർത്തയിലേക്കാണ്. SBI ചങ്ങനാശ്ശേരി ടൗൺ ബ്രാഞ്ചിലെ അധികൃതരുടെ സമയോചിത ഇടപെടൽ മൂലം സൈബർ തട്ടിപ്പിൽ നഷ്ടമാകേണ്ട പണം തിരിച്ചുപിടിച്ചു. വെർച്വൽ അറസ്റ്റിലൂടെ പെരുന്നയിലെ ഡോക്ടറുടെ അക്കൗണ്ടിൽ നിന്നും 5 ലക്ഷം രൂപയാണ് പാറ്റ്നയിലെ അക്കൗണ്ടിലേക്ക് അയച്ചത്. തക്ക സമയത്ത് ഇടപെട്ട ബാങ്ക് അധികൃതർ വിവരം പോലീസിനെ അറിയിച്ചതിലൂടെയാണ് ഡോക്ടർ വെർച്വൽ അറസ്റ്റിലാണെന്ന് കണ്ടെത്തിയത്. വെർച്വൽ അറസ്റ്റിലൂടെ പണം നഷ്ടമാകുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും വീണ്ടും ആളുകൾ ഇരയാകുന്നു എന്നുള്ളതാണ് വാർത്ത. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ ഇത്തവണ ഒരു ഡോക്ടറാണ് ഇരയായത്. ബാങ്ക് അധികൃതരുടെയും പോലീസിന്റെയും സമയോചിത ഇടപെടൽ മൂലം പണം നഷ്ടമാകാതെ രക്ഷപ്പെട്ടു. ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടി ചങ്ങനാശ്ശേരി SBI ടൗൺ ശാഖയിലെത്തിയ പെരുന്നയിലെ ഡോക്ടർ 5 ലക്ഷം രൂപ പാറ്റ്നയിലെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നാവശ്യപ്പെട്ടു. ഡോക്ടറുടെ പരിഭ്രമം ശ്രദ്ധയിൽപ്പെട്ടതോടെ സർവീസ് മാനേജർ മീന ബാബു ഇത് സുഹൃത്തിന് തന്നെ അല്ലേ അയക്കുന്നത് എന്ന് ചോദിച്ചു. എന്നാൽ സുഹൃത്തിന്റെ പേര് മൊബൈൽ നോക്കിയാണ് ഡോക്ടർ മാനേജരോട് പറഞ്ഞത്. ക്രെഡിറ്റ് പോയ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു പർച്ചേസും ഇങ്ങനെയുള്ള ഫ്രോഡിൽ നോർമലി അങ്ങനെയാണ് നടക്കുന്നത്. പർച്ചേസും അങ്ങനെയൊക്കെ ആയിരിക്കും. ATM വിഡ്രോവലൊന്നും അവർ ചെയ്യാറില്ല, ചിലവാക്കും. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഹോൾഡ് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള ഫണ്ട് പോയില്ല. അതിനുശേഷം കസ്റ്റമറുടെ വീട്ടിൽ പോയി കണ്ടപ്പോഴും ചോദിച്ചപ്പോൾ സാറത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ പക്ഷേ അതേസമയം പുള്ളി ആ ഫ്രോഡ്സ്റ്റേഴ്സിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അവർ ഹിന്ദിയിൽ സംസാരിച്ചപ്പോൾ പുള്ളിയോട് പറയുന്നുണ്ട് അതിൻ്റെ പേഴ്സണൽ ഫണ്ടാണ്, അവരോട് പൊയ്ക്കോളാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉറപ്പായി ഇങ്ങനെയാണ്. പിന്നെ ഫ്രണ്ടിൻ്റെ പേര് ചോദിച്ചപ്പോഴും ആദ്യം പുള്ളി കൃത്യമായി പറഞ്ഞില്ല, ഫോണൊക്കെ നോക്കിയാൽ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഉറപ്പായിരുന്നു. ട്രാൻസ്ഫർ ചെയ്ത അക്കൗണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ അക്കൗണ്ട് ആയതിനാൽ ബാങ്കിന്റെ ഇന്റേണൽ സെക്യൂരിറ്റി സിസ്റ്റം അത് അലർട്ട് ചെയ്തിട്ടുണ്ടെന്നും അതൊരു ഫേക്ക് ട്രാൻസാക്ഷൻ ആവാൻ സാധ്യതയുണ്ടെന്നും തിരിച്ചറിഞ്ഞ അധികൃതർ ഡോക്ടറുടെ വീട്ടിലേക്ക് ഉടനെ ജീവനക്കാരെ അയച്ചു. പക്ഷേ അപ്പോഴും വെർച്വൽ അറസ്റ്റിലായിരുന്ന ഡോക്ടർ ബാങ്ക് അധികൃതരോട് സഹകരിച്ചില്ല. ബാങ്കിൽ നിന്ന് DYSPയെ വിളിച്ചു പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം ചങ്ങനാശ്ശേരി പോലീസ് ഡോക്ടറുടെ വീട്ടിലെത്തിയപ്പോഴാണ് തട്ടിപ്പ് തിരിച്ചറിഞ്ഞത്. പോലീസിനോട് ഡോക്ടർ യാതൊരു പരാതിയുമില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. അതേസമയം മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ ഡോക്ടർ വീഡിയോ കോളിലാണെന്നും അതിൽ മുംബൈ പോലീസ് എന്ന് പറഞ്ഞ തട്ടിപ്പ് സംഘം കൂടുതൽ പണം ആവശ്യപ്പെടുന്നതായും കണ്ടെത്തി. ഫോൺ കോളിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് പോകരുത് എന്ന് ഹിന്ദിയിൽ പറയുന്നത് ഇൻസ്പെക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹം അകത്ത് കയറി വാതിലടയ്ക്കാൻ പോയപ്പോൾ ഇൻസ്പെക്ടറും കൂടെ കയറി അല്പം അദ്ദേഹത്തിൻ്റെ സമ്മതത്തിനെതിരായിട്ട് നമ്മൾ അകത്ത് കയറി അദ്ദേഹത്തിൻ്റെ ഫോൺ വാങ്ങി പരിശോധിച്ചപ്പോഴാണ് മുംബൈ പോലീസ് എന്നുള്ള നിലയ്ക്ക് വെർച്വൽ അറസ്റ്റിൻ്റെ ഫ്രോഡ്സ്റ്റേഴ്സ് ഇരുന്നത്. ഡോക്ടർ അയച്ച കൊറിയറിൽ മയക്കുമരുന്നുണ്ടെന്നും കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞായിരുന്നു ഭീഷണി. വെർച്വൽ അറസ്റ്റിനിടെ ഡോക്ടറുടെ ആധാർ കാർഡ് കയ്യിലാക്കിയ സംഘം RBIയുടെയും സുപ്രീം കോടതിയുടെയും വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് ഡോക്ടറെ ഭീഷണിപ്പെടുത്തിയത്. 5 ലക്ഷത്തോളം രൂപ നഷ്ടമാകുമായിരുന്ന കേസിൽ ബാങ്ക് അധികൃതരുടെയും പോലീസിന്റെയും സമയോചിത ഇടപെടൽ മൂലം 4,35,000 രൂപ ഫ്രീസ് ചെയ്ത് തിരിച്ചുപിടിക്കാനായി. പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ പോലീസ് ഉടനെ സ്വീകരിക്കുകയാണെന്ന് കോട്ടയം SP പറഞ്ഞു. വെർച്വൽ അറസ്റ്റ് എന്ന ഒന്ന് ഇല്ല എന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ്. നിങ്ങളെ ആരെങ്കിലും കബളിപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ബാങ്ക് അധികൃതരും പോലീസും നിയമ സംവിധാനവുമെല്ലാം നിങ്ങളുടെ സഹായത്തിനുണ്ടാകും. ഏതായാലും വെർച്വൽ അറസ്റ്റിന് മുൻപിൽ കീഴടങ്ങരുത്. MM രാഗേഷ്, റിപ്പോർട്ടർ, കോട്ടയം.